നിങ്ങൾ എവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്? ഈ ഒരു ചോദ്യമാണ് മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ നമ്മളോട് തിരിച്ചു ചോദിക്കുക. കാരണം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു വിദ്യാഭ്യാസമാണ്. കുട്ടികൾ സബ്ജക്റ്റുകളൊന്നും പഠിക്കുന്നില്ല, അവർ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫസ്റ്റ് അപ്രോച്ചാണ് എടുക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് പലരും ചോദിക്കുന്നത്, നിങ്ങൾ പുറത്ത് ഏതെങ്കിലും രാജ്യത്താണോ സെറ്റിലായിരിക്കുന്നത്, US-ലാണോ, കാനഡയിലാണോ, അല്ലെങ്കിൽ യൂറോപ്പിലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോഴും സെറ്റിലായത് നമ്മളുടെ കേരളത്തിലുള്ള പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒർണ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. എങ്ങനെയാണ് ഈ ഒർണയിൽ ഇരുന്നു കൊണ്ടൊരു ആഗോള വിദ്യാഭ്യാസത്തെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നത്? ഇത് വളരെ സിമ്പിളാണ്. ഇന്ന് നമ്മളുടെ മുന്നിൽ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും എല്ലാം ഉള്ളൊരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്ത് എവിടെ ഇറങ്ങുന്ന ടെക്നോളജിയും നമുക്ക് ആക്സസിബിൾ ആണ്. ലോകത്തെ ഏതൊരു കോണിലുള്ള നല്ല വിദ്യാഭ്യാസ രീതികളും നമുക്ക് ആക്സസിബിൾ ആണ്. ലോകത്തെ ഏതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, നമുക്ക് സംവദിക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ മുതലെടുക്കുന്നത്. ശരിക്കും ഒരു ഗ്ലോബൽ മൈൻഡ് സെറ്റ് ആണ് ഇവിടെ വേണ്ടത്. ഒരിക്കലും നമ്മൾ UK-യിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടോ ഈ ഒരു മൈൻഡ് സെറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു സിസ്റ്റത്തിൽ സ്റ്റക്കാവും. ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് യൂറോപ്പിൽ നിന്ന് വന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടെ 4ാം ക്ലാസ് കഴിയുന്ന സമയത്ത് കുട്ടികളെ വൊക്കേഷണൽ സ്ട്രീമിലേക്ക് വിടണമോ അല്ലെങ്കിൽ അക്കാഡമിക് സ്ട്രീമിലേക്ക് വിടണമോ എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കും. അപ്പോൾ എൻ്റെ കുട്ടി അക്കാഡമിക് സ്ട്രീമിൽ പോയില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ആ ഒരു ബൗണ്ടറിയിൽ ലോക്കാവാതിരിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി 10th കഴിഞ്ഞാലും 12th കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും ഒക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ആഗോളതലത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ തിങ്ക് ആസ് എ ഗ്ലോബൽ സിറ്റിസൺ. നമ്മൾ ഒരിക്കലും ഒരു റീജിയനിൽ കൺഫൈൻഡ് ആവാതിരിക്കുക, നമ്മൾ ഒരിക്കലും ഒരു കൺട്രിയുടെ ഒരു സിസ്റ്റത്തിൽ കൺഫൈൻഡ് ആവാതിരിക്കുക, നമ്മൾ അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. പക്ഷേ എഡ്യൂക്കേഷൻ പോലെയുള്ള ഒരു കാര്യം വരുമ്പോൾ നമ്മൾ വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുക. നമ്മൾ കേവലം ഏതെങ്കിലും ഒരു ബോർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലോ ലോക്കാവാതിരിക്കുക. നമ്മൾ ലോകം മാറുന്നതിനനുസരിച്ച് മാറുക. നല്ലൊരു ഗ്ലോബൽ സിറ്റിസണായി ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോബൽ ഔട്ട്ലുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവന്നാൽ വലിയൊരു മാറ്റം നമുക്ക് നമ്മളുടെ ജീവിതത്തിലും ലോകത്തും വരുത്താൻ സാധിക്കുന്നതാണ്.